ഭസ്മത്തിന് പകരം ശരീരം മുഴുവൻ മഞ്ഞൾ പൊടി പൂശി കയ്യിൽ കൂറ്റൻ ഖഡ്ഗവുമായി യുദ്ധഭൂമിയിൽ അലയടിച്ച മഹാദേവന്റെ ഭീകരരൂപം, അസുരകുലത്തെ വിറപ്പിച്ച മാർത്താണ്ഡ ഭൈരവന്റെ ആവേശകരമായ കഥ, വിശ്വാസികളെ ഇന്നും വിസ്മയിപ്പിക്കുന്ന ഖണ്ഡോബായുടെ ഐതിഹ്യം. ഈ കഥ തുടങ്ങുന്നത് മല്ലൻ, മണി എന്നീ രണ്ട് ക്രൂരനായ അസുര സഹോദരന്മാരിൽ നിന്നാണ്. ബ്രഹ്മാവിൽ നിന്ന് അജയ്യരാകാനുള്ള വരം നേടിയ ഇവർ ഭൂമിയിലും സ്വർഗത്തിലും നാശം വിതച്ചു. ദേവന്മാരുടെ ആയുധങ്ങളൊന്നും അവർക്കെതിരെ ഫലിച്ചിരുന്നില്ല. ഒടുവിൽ ലോകത്തിന്റെ നിലവിളി കൈലാസത്തിലിരുന്ന മഹാദേവന്റെ അരികിലെത്തി. കൈലാസത്തിന്റെ ശാന്തത വെടിഞ്ഞ് ലോകത്തിന്റെ നിലവിളി കേട്ട് മഹാദേവൻ ക്രോധത്താൽ ജ്വലിച്ചു. അലറി വിളിക്കുന്ന അസുരപ്പടയ്ക്ക് മുന്നിലേക്ക് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാ തേജസ് വെളിപ്പെട്ടു. മാർത്താണ്ഡ ഭൈരവൻ. അതൊരു സാധാരണ രൂപമായിരുന്നില്ല. ശ്മശാനത്തിലെ ഭസ്മം പൂശുന്ന മഹാദേവൻ പ്രപഞ്ചത്തെ വിറപ്പിക്കുന്ന രീതിയിൽ തന്റെ ശരീരം മുഴുവൻ സുവർണ നിറത്തിലുള്ള മഞ്ഞൾ പ്രസാദം, അതായത് ഭണ്ഡാര വാരി പൂശിയിരുന്നു. അദ്ദേഹത്തിന്റെ ജടയഴിച്ചിട്ട മുടിയിൽ നിന്നും അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറി. കൈകളിൽ ശാന്തതയുടെ ത്രിശൂലത്തിന് പകരം ശത്രുക്കളുടെ രക്തം ദാഹിക്കുന്ന സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ഖഡ്ഗം എന്ന കൂറ്റൻ വാൾ മിന്നി തിളങ്ങി. പതുക്കെ നീങ്ങുന്ന നന്ദിക്ക് പകരം മിന്നൽ വേഗത്തിൽ പായുന്ന വെളുത്ത നിറമുള്ള ഒരു മഹായുദ്ധ കുതിരയെ അദ്ദേഹം തന്റെ വാഹനമാക്കി. ആ കുതിരയുടെ ഓരോ കുളമ്പടിയിലും ഭൂമി വിറകൊണ്ടു. മണിച്ചൂർ പർവ്വതത്തിന്റെ താഴ്വരയിൽ ആ മഹായുദ്ധം പൊട്ടി പുറപ്പെട്ടു. മല്ലൻ, മണി എന്നീ അസുരന്മാരുടെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യത്തെ മാർത്താണ്ഡ ഭൈരവൻ ഒറ്റയ്ക്ക് നേരിട്ടു. ആദ്യ ദിനങ്ങളിൽ അസുരന്മാരുടെ മായാശക്തികൾ പ്രയോഗിക്കപ്പെട്ടു. ആകാശത്ത് നിന്ന് അഗ്നിവർഷവും വിഷപ്പുകയും ഉണ്ടായി. എന്നാൽ ഖണ്ഡോബായുടെ വാളിന്റെ ഓരോ വീശലിലും ആയിരക്കണക്കിന് അസുര തലകൾ മണ്ണിലുരുണ്ടു. മഞ്ഞൾ പൊടിയുടെ ഒരു വലിയ മേഘപടലം യുദ്ധഭൂമിയിൽ ഉയർന്നു. ആ സ്വർണ്ണ പൊടികൾക്കിടയിലൂടെ മിന്നൽ പോലെ ഭഗവാന്റെ വാൾ നീങ്ങി. മല്ലന്റെയും മണിയുടെയും അഹങ്കാരത്തിന്മേൽ ഖണ്ഡോബ തന്റെ ഓരോ പ്രഹരവും ഏൽപ്പിച്ചു. ആറാം പകൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ ഭൂമി ചോരയാൽ ചുവന്നു. തന്റെ സകല സൈന്യവും നശിച്ചതുകൊണ്ട് മല്ലനും മണിയും നേരിട്ട് ഖണ്ഡോബായെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ ഭഗവാന്റെ ഖഡ്ഗത്തിൽ നിന്ന് പുറപ്പെട്ട ദിവ്യ പ്രകാശത്തിന് മുന്നിൽ അവരുടെ ആയുധങ്ങൾ വെണ്ണീറായി മാറി. ഒടുവിൽ ലോകത്തെ വിറപ്പിച്ച ആ രണ്ട് അസുരന്മാരെയും മാർത്താണ്ഡ ഭൈരവൻ തന്റെ കാൽ കീഴിലാക്കി. മല്ലന്റെയും മണിയുടെയും അഹങ്കാരത്തെ തകർത്ത് നീതിയുടെയും ധർമ്മത്തിന്റെയും വിജയം ഭഗവാൻ അവിടെ വിളംബരം ചെയ്തു. മഞ്ഞൾ പൊടിയുടെ സ്വർണ്ണപ്രഭയിൽ കുളിച്ചു നിന്ന ആ രൂപം കണ്ടപ്പോൾ ദേവന്മാർ പോലും ഭയഭക്തി ബഹുമാനത്തോടെ തലകുനിച്ചു. മരണസമയത്ത് അസുരനായ മണി തന്റെ തെറ്റുകളിൽ ഖേദിച്ചു. അവൻ മഹാദേവനോട് മാപ്പ് അപേക്ഷിക്കുകയും ഒരു വിചിത്രമായ വരം ചോദിക്കുകയും ചെയ്തു. പ്രഭു, അങ്ങയുടെ ക്ഷേത്ര പടികളിൽ എന്റെ ശിരസ് എന്നും ഉണ്ടായിരിക്കണം. അങ്ങയെ ദർശിക്കാൻ വരുന്ന ഭക്തരുടെ പാദധൂളികൾ എന്റെ മേൽ പതിക്കണം. അങ്ങനെ എന്റെ അഹങ്കാരം ഇനി ഒരിക്കലും ഉണരാതിരിക്കട്ടെ. അവന്റെ പശ്ചാത്താപത്തിൽ സംപ്രീതനായ മഹാദേവൻ ആ വരം നൽകി. ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നും ജെജൂരി ക്ഷേത്രത്തിൽ കാണാം. ക്ഷേത്രത്തിലേക്കുള്ള പടികൾ കയറുമ്പോൾ അസുരന്റെ ശിരസ് കൊത്തിവെച്ച കല്ല് കാണാൻ സാധിക്കും. ഓരോ ഭക്തനും ആ ശിരസിൽ ചവിട്ടിയാണ് ഭഗവാനെ കാണാൻ പോകുന്നത്. ഈ വിജയത്തിന്റെ സ്മരണയ്ക്കായി ഇന്നും ജേജുരിയിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു. ആയിരക്കണക്കിന് ഭക്തർ ഒരേ സമയം ആകാശത്തേക്ക് മഞ്ഞൾ പൊടി, അതായത് ഭണ്ഡാര എറിയുമ്പോൾ ക്ഷേത്രം മുഴുവൻ സ്വർണ്ണ കൊട്ടാരം പോലെ തിളങ്ങുന്നു. അതുകൊണ്ടാണ് ജേജുരിയെ സോനെ കി ജേജുരി, അതായത് സ്വർണ്ണ ജേജുരി എന്ന് വിളിക്കുന്നത്. ആ സ്വർണ്ണക്കാറ്റിൽ ഒരേ ഒരു മന്ത്രം മാത്രമേ മുഴുകുകയുള്ളൂ: ഏൽകോട്ട് ഏൽകോട്ട് ജയ് മൽഹാർ. മാർത്താണ്ഡ ഭൈരവന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.